ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് ഡ്രാമയിലെ ഹീറോയിനാണെങ്കിൽ അവളെ കുട്ടിക്ക് വയ്യാണ്ടായിട്ട് ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടറാണെങ്കിൽ കുട്ടീനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ഫാദർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോക്ടർ അടുത്ത് പറയുകയാണ് ഇവന് ഫാദർ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ കുട്ടിക്കാണെങ്കിൽ ഫാദർ ഉണ്ടായിരിക്കില്ല. എന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് സിംഗിൾ മദർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് കുട്ടിയുടെ അസുഖം എന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചറാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവള് കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞിട്ട് തെറ്റായിട്ടൊരു റൂമിൽ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവിടെ ഒരു പയ്യൻ കിടക്കുന്നുണ്ട്. ഈ പയ്യൻ വേറെല്ല, ഇവനാണ് ഈ സീരീസിലെ നായകൻ കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഹീൽ ചെയ്യാൻ കിടക്കുകയാണ്. നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ അല്ല, അവൻ വോൾഫാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ വന്ന് കഴിഞ്ഞിട്ട് അവനെ തൊട്ട് നോക്കിയിട്ട് പറയാണ് ഹായ് ഹാൻസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ്റെ കൊമ്പുമൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആവാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആവുന്നുണ്ട്. അങ്ങനെ അവരാനായിട്ട് രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കാനുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ സിംഗിൾ മദറാണ്, ഇവന് ഫാദർ ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇവൾക്ക് ആരാന്ന് അറിയില്ല. എന്നിട്ട് നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് കുട്ടിക്ക് നല്ല മെഡിസിൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഇവളും പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ സേവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ സീരീസിലെ ഹീറോയിനാണ് കേട്ടോ. ഹീറോയും അതുപോലെ അവൻ്റെ അസിസ്റ്റൻ്റ് ബോഡി ഗാർഡ്സൊക്കെ നടന്നു വരാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നുണ്ട്, അതായത് ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് 5 വർഷം മുന്നേ നമ്മുടെ ഹീറോയിനായിട്ട് അവൻ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് പെയ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്. പെയ് പറയുന്നുണ്ട് ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷേ ഇതുവരെ കണ്ടുപറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹീറോ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ ഹീറോയിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതുവരെ അവൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ അന്ന് അവളുടെ ഫേസ് കണ്ടിട്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ മാത്രമായിരിക്കും ഹീറോയിനെ അറിയാണ്ട് പോയത് കേട്ടോ. എന്നിട്ട് ഇവനും പറയാണ് എത്ര വേഗം അവൾ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അസിസ്റ്റൻറ്റും മെയിൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വോൾഫിൻ്റെ റൂൾസ് പ്രകാരം ആരായിട്ടാണ് ഇൻറ്റിമേറ്റ് ആവുന്നത് അവരായിരിക്കും അവരുടെ ലൈഫ് ലോങ് പാർട്ട്ണർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ വേറൊരാൾ മാരേജ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രസിഡൻ്റാണ്, അതുപോലെ വോൾഫിൻ്റെ മാസ്റ്ററാണ് കേട്ടോ. അങ്ങനെ ഇവന് നല്ല റൂൾസ് അധികാരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആലോചിക്കുകയാണ് ഫ്ലാഷ് ബാക്ക്. അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ മോർണിംഗ് ടൈമിൽ ഫസ്റ്റ് എനിക്കുണ്ടായിരിക്കും, നമ്മുടെ ഹീറോയിൻ കണ്ണോർക്കുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് കാണില്ല. ഇവിടെയാണെങ്കിൽ ഉള്ള ഡ്രസ്സൊക്കെ നല്ല രീതിയിലൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ലേസ്റ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വാക്കിനോട് സംസാരിക്കാണ്ട് പോലെ. എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയാണ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾ നൈറ്റും മൊത്തം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയാണ്ട് പോയില്ലെന്നാണ് അവൻ ചിന്തിക്കണത് കേട്ടോ. ഇവന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾഫാണല്ലോ. എന്നിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് പേരെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ പേജ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്ററിന് ഹ്യൂമൺ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പറയുന്നത് എനിക്ക് ഹ്യൂമൺസിന് ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ഹീറോയിന് അങ്ങനെ ഇവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്തായാലും അവളെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. 5 വർഷം മുന്നാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് അവളെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അവനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ കുട്ടിയായിട്ട് അവിടെ ഒരു പ്ലേസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കുട്ടിക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് വിഷമാവനായിട്ട് അവൻ ചോദിക്കുകയാണ് ഞാൻ ജനിക്കണ്ടായിരുന്നില്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അമ്മയ്ക്ക് കഷ്ടപ്പെടലെന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ ജനിച്ചതാണ് എൻ്റെ ലൈഫിൽ നല്ല ഹാപ്പിനെസ് ഉണ്ടായ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ കുട്ടീനാണെങ്കിൽ പ്രസവിക്കുന്ന ടൈമിൽ ഇവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ജോലികളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവനെ നോക്കിയിട്ടുണ്ടായിരിക്കട്ടെ. ഇവളെ കെയർ ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങൾ അവൾ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടീനും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കാർ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് നേരം പോയി കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു സ്മെല്ല് കിട്ടും. കാരണം വോൾഫ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്മെല്ല് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറയാണ് ഒരു സ്മെല്ല് വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഹീറോൻ്റെ കുട്ടിയാണല്ലോ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുള്ളത്. അവനും ആക്ച്വലി ഹ്യൂമൺ അല്ല, വോൾഫാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ കുട്ടിയെ കാരണം. എന്നിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് പേരെടുത്ത് പറയുന്നുണ്ട് കാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള സ്മെല്ല് കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് പോയി പറയുന്നുണ്ട് മാസ്റ്റർ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ, തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും നമ്മുടെ പേരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ
ഹീറോയിനെ കണ്ടുപിടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. പക്ഷേ ഇതുവരെ അവളെ കണ്ടെത്തിയിട്ടില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. അവളാണെങ്കിൽ അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെഫാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവള് കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനോട് ഇരിക്കി, അമ്മ ജോബിന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടിയും പറയുന്നുണ്ട്, വേഗം വരില്ല അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, അതെ അമ്മ വേഗം വരാം, മോന് ഫേവറായിട്ടുള്ള മീൽസ് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടി വോൾഫ് കുട്ടിയൊക്കെ തന്നെ ഇവന് മീൽസൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, കുറുമ്പ് കാണിക്കണേ നീ ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടിയും പറയുന്നുണ്ട്, ശരി അമ്മ ഞാനിവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ്, ശരി എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ജോബിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പോകുന്നത് വേറെ എവിടേക്കല്ല, നമ്മുടെ ഹീറോൻ്റെ പ്ലേസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് മൊത്തം വോൾഫുകളാണ്. അപ്പോൾ അതിലത്തെ ഒരു ലേഡി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, നീ ഇതിനോട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും പറയുന്നുണ്ട്, അല്ലയുടെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണും പറയാണ്, ഇവിടെ ഞങ്ങളുടെ മാസ്റ്റർക്ക് ഹ്യൂമണൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവിടെ തർക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, പ്ലീസ് എനിക്കൊരു അവസരം തരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ക്യാഷിന് അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും അതുപോലെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹീറോ ചോദിക്കേണ്ടി ഇവിടെ എന്താ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആ പെണ്ണ് പറയേണ്ടത് ഇതൊരു ഹ്യൂമണാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആ ഇൻസിഡൻറ്റ് ഓർക്കാണ്, അതായത് നമ്മുടെ ഹീറോൻ്റെ അടുത്താണ് ഇൻറ്റിമേറ്റ് ചെയ്ത് നമ്മുടെ ഹീറോയിനായിരിക്കുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവൻ പറയുകയാണ്, നീയോ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതവൻ പതുക്കെയാണ് പറയണത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നിട്ടോ. എന്നിട്ട് ഈ ഫൈനലി ഇവളെ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്കും ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ ജോലി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവളെ കുട്ടിക്കിടയ്ക്ക് മെഡിസിനൊക്കെ ആവശ്യമായിട്ട് കുറേ പണമൊക്കെ വേണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഞങ്ങളുടെ മാസ്റ്റർക്ക് ഹ്യൂമൺ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ അസിസ്റ്റൻറ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് അവനെ കൈ കയറി പിടിച്ചിട്ട് പറയാണ്, അവളെ നീ ഡയറക്റ്റ് കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ പെണ്ണിനും അതുപോലെ അസിസ്റ്റൻറ്റ് പൈക്കും ഹീറോയിനൊക്കെ ഷോക്കാവാൻ വേണ്ടിയിട്ടോ. അത് നമ്മുടെ ഹീറോ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹ്യൂമൻസിന് ഇഷ്ടമല്ലല്ലോ. എൻ്റെ അസിസ്റ്റൻറ്റ് പൈ വരുന്ന ഷോക്കായി നിൽക്കാനുണ്ട്. നമ്മുടെ ഹീറോ എന്തെങ്ങനെ പറഞ്ഞാൽ ഇവ മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ല മാസ്റ്റർക്ക് ഹ്യൂമൻ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്താണ് മാസ്റ്റർ അങ്ങനെ പറയുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിടിക്കണ വശം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവേണ്ട ഇവള് മാരേജ് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇവനാണെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മാരേജ് ചെയ്തിട്ടില്ലല്ലോ ഇത്ര വർഷമായിട്ട്. എന്നിട്ട് ഇവള് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലായിട്ട് നമ്മുടെ ഹീറോയിനും മനസ്സിലായിട്ടില്ല എന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊണ്ടുവരേണ്ട കിച്ചണിലേക്ക് ഇടുക. എന്നിട്ട് വന്നിട്ട് പറയാണ്, ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നീ കുക്ക് ചെയ്താൽ മാത്രമൊന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് അവിടെ കുറേ മീൽസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവേണ്ടത്. എന്നിട്ട് ഇവളാണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പറയാണ്, ഇതൊക്കെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് സീ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. അങ്ങനെ ഇവൾ കുറച്ച് അതൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിനെ ആൾക്ക് ഷോക്ക് അടിച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ മനസ്സിലായിട്ടില്ലല്ലോ. എൻ്റെ ഹീറോയിൻ വന്ന് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ മൈൻഡൊക്കെ വേറെ എവിടേക്കാണ് കേട്ടോ. എന്നിട്ട് ഇവള് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഷെഫാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവളെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ സമയത്ത് കുട്ടിയുടെ കാര്യം അറിയാണ്ട് അവളെ വായിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ 4 വയസ്സായിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക്. അപ്പോൾ ഇവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ ഇവളെ വായിന്ന് ഇങ്ങനെ അറിയാണ്ട് പോയില്ല കുട്ടിയുടെ കാര്യം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോദിക്കേണ്ടത് എന്ത് കുട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ആ കൈയിടുന്നതുകൊണ്ട് എന്നിട്ട് ഇവൾ പറയുന്നത് അല്ല കുട്ടിയല്ല എന്ന് പറയുന്നുണ്ട്, അത് ഡോഗാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് 4 വയസ്സായ ഡോഗ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ആ ടോപ്പിക്കാണെങ്കിൽ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിച്ചിട്ടുണ്ട് അവന് കുട്ടി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ ടോപ്പിക്ക് ചേഞ്ച് ആക്കി കേട്ടോ. കാരണം ഇവള് സിംഗിൾ മദറാന്ന് അറിയിക്കാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവള് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ശരി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഹീറോയും പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ അവൾ പറയാണ്,
എൻ്റെ കോൺടാക്ട് നമ്പർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി എന്തെങ്കിലും ഇതുപോലെ വർക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ നമ്പർ കൊടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അതായത് ഈ നമ്പർ വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾക്കാണെങ്കിൽ ഇവന് ഓർമ്മയില്ലല്ലോ. എന്നിട്ടാണെങ്കിൽ ഇവളിപ്പോൾ പറയുന്നുണ്ട് എന്താ നമ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അതായത് ഇവന് ആ നമ്പർ വാങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അസിസ്റ്റൻറ്റ് പേ ഉണ്ടല്ലോ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് പേ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അസിസ്റ്റൻറ്റ് പേ നോക്കിയിട്ട് പറയുകയാണ് ഇന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹീറോ കാണുമ്പോൾ ദേഷ്യം വരണ്ടേ. എന്നിട്ട് കൊടുത്തത് മോരണ്ടി ഉള്ളാണെങ്കിൽ അവൻ്റെ കൈ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേയും ഹാപ്പിയോട് കൂടി തന്നെ ആ നമ്പർ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കൈ ടച്ച് ചെയ്തല്ലോ. ഈ ടച്ച് ചെയ്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ടീവനാണെങ്കിൽ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നമ്മുടെ പേയിനെ. അതായത് ഇവരുടെ റൂൾസ് പ്രകാരം ഇവരാരായിട്ടാണ് ഇൻറ്റിമേറ്റ് ആവണത്, അതായത് ആരാണ് റിലേഷൻ ആവണത്, ആ ഒരു പെണ്ണ് തന്നെ ആയിരിക്കും അവരുടെ ലൈഫ് ലോങ് പാർട്ട്ണർ. അങ്ങനെയാണ് വൂൾഫിൻ്റെ റൂൾസൊക്കെ കേട്ടോ. അതാണ് നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഇത്ര തിടുക്കം കാണിച്ചത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇവൾക്കാണെങ്കിൽ ഇവൻ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇവന് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പെയിനെ നോക്കാണ് കേട്ടോ. പെയിനെ നോക്കുന്ന സമയത്ത് പേയ്ക്ക് കാര്യം മനസ്സിലാവേണ്ടി. എന്നിട്ട് പെയ്യാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കാണ് അല്ല ഈ മാസ്റ്ററിന് ഹ്യൂമൻസിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തെങ്ങനെയെന്ന്. ടീവനാണെങ്കിൽ അവളുടെ കാർഡ് ഉണ്ടല്ലോ നമ്പറുള്ളത് അത് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേയും പേടിച്ചിട്ട് ആ നമ്പറാണെങ്കിൽ നമ്മുടെ ഹീറോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ആ നമ്പർ നോക്കി വാങ്ങുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോനെ അവളിനെ എന്തായാലും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അവളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. അവളാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇവളുടെ ആണെങ്കിൽ അമ്മയുടെ സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഫയർ ചെയ്യാണ്. നീ എന്താ ഈ മൊണാസ്ട്രാണ് കൊണ്ടുവച്ചിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ കൊച്ചിനെ കുറിച്ച് പറയാൻ കേട്ടോ. കൊച്ചിൻ്റെ വായിലാണ് ഈ പല്ല് വളർന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയുകയാണ് ഇത് ഹ്യൂമൻ കുട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനെ ഇവിടുന്ന് കടത്തി കളയാൻ പറയുന്നുണ്ട്, ഇത് മൊണാസ്ട്രാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ദേഷ്യം വരണം. എന്നിട്ട് പറയാണ് ഞാൻ ഇവനെ 10 മാസം ചുവന്ന് പ്രസവിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടീനെ നിങ്ങൾക്ക് പറയാൻ ഇത് ധൈര്യം വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ദേഷ്യപ്പെട്ടിട്ട് ഈ പെണ്ണിനാണെങ്കിൽ അവിടെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും പറയുന്നുണ്ട് ഞാൻ കാണിച്ചില്ല നിൻ്റെ കുട്ടീന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കുട്ടിക്കാണെങ്കിൽ നല്ല പെയിൻ വരുന്നുണ്ട് കേട്ടോ. കുട്ടിയുടെ വായിലാണെങ്കിൽ പല്ലിങ്ങനെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടിയാണെങ്കിൽ കരയാണ് കേട്ടോ, എനിക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ടത് എന്താ മോനെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുട്ടി പറയാണ് അമ്മ എനിക്ക് തീരെ വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വായൊക്കെ ഭയങ്കര വേദന എടുക്കണത്, എൻ്റെ വായിൽ പല്ലൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ വായിലെ പല്ലൊക്കെ നമ്മുടെ ഹീറോയിന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയാണ് ഞാൻ മനുഷ്യക്കുട്ടിയല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ, ഞാൻ പിശാചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയാണെങ്കിൽ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ടീവളാണെങ്കിൽ നമ്മുടെ കുട്ടീനെ ഹഗ് ചെയ്തിട്ട് പറയാണ് ഇല്ല എൻ്റെ മോനെൻ്റെ സ്വീറ്റ് ഹാർട്ടാണ്, ഞാൻ സ്വീറ്റ് ബോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും എൻ്റെ മോൻ ഹ്യൂമൻ കുട്ടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടീനെ സമാധാനിപ്പിക്കാൻ കേട്ടോ. കാരണം കുട്ടിക്ക് ഭയങ്കര പേടിക്കേറ്റിട്ടുണ്ട്. അതായത് കുട്ടി മനുഷ്യക്കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടി സംസാരിക്കുന്നത് കേട്ടോ. ടീവള ഒരു കണക്കിന് നമ്മുടെ കുട്ടീനെ സമാധാനം എടുത്തുകൊണ്ട് മോൻ പേടിക്കേണ്ട, എന്ത് വന്നാലും മോൻ്റെ കൂടെ അമ്മയ്ക്ക് ഉണ്ടാവും എന്ന് പറയേണ്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്ത് പോയി വരുന്ന ടൈമിൽ നമ്മുടെ കുട്ടീനെ കാണാണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ ആ ലേഡി ഉണ്ടല്ലോ, അതായത് ഇവളുടെ അമ്മയുടെ സിസ്റ്റർ, ആ സിസ്റ്ററാണെങ്കിൽ കോൾ ചെയ്തിട്ട് പറയുകയാണ് നിനക്ക് നിൻ്റെ കുട്ടീനെ വേണമെങ്കിൽ ഞാൻ പറയുന്ന പ്ലേസിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എൻ്റെ കുട്ടീനെ ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സിസ്റ്ററും പറയുന്നുണ്ട് ഇല്ല ഞാനൊന്നും ചെയ്യില്ല, നീ പെട്ടെന്ന് വരാൻ പറയേണ്ടത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കണക്കിന് ആ പ്ലേസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടിയാണെങ്കിൽ പേടിച്ചിട്ട് എൻ്റെ കുട്ടിയാണെങ്കിൽ ഓടി വന്നിട്ട് അവളെ ഹഗ് ചെയ്തിട്ട് കരയാണ് കേട്ടോ. അമ്മ എനിക്ക് പേടിയാവണം, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് മോൻ പേടിക്കേണ്ട, അമ്മ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ സിസ്റ്റർ ഉണ്ടല്ലോ ആ ലേഡിയും അതുപോലെ തന്നെ അവൾ കുറച്ച് ഡോക്ടേഴ്സിനും കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. കാരണം കുട്ടീനെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാനാണ് കേട്ടോ. കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്ന് അവർക്കറിയണം, അതിന് വേണ്ടിയിട്ടാണ് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ലേഡി പറയാണ് നീ ആ കുട്ടീനെ വിട്ടു തരാൻ പറയണത്, ഹ്യൂമൻ കുട്ടികളെ ഇത് മൊണാസ്ട്രാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇതിനെ വീട്ടിൽ വെക്കുന്നത് ആപത്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നിട്ട് പറയാണ് അമ്മ എന്നെ അവർ വിട്ട് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എല്ലാ മോനെന്ന് പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും എൻ്റെ മോനെ വിട്ട് പിരിയില്ല എന്ന് പറയുന്നുണ്ട്, ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കുട്ടീനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കുട്ടി ഭയങ്കര പൂര കരച്ചിലാണ് കേട്ടോ, അതായത് അമ്മേനെ വിട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ലേഡി പറയാണ് അവളെ പിടിച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ച് പേര് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. അതേസമയം തന്നെ കുട്ടീനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും അതുപോലെ അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് വരുന്നുണ്ടായിരിക്കും. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതുപോലെ അറ്റക്കയും വന്നേക്കില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിനെങ്കിൽ അത് കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഹീറോയിനെ അടിക്കാൻ പോയിട്ട് നമ്മുടെ ഹീറോ ശരിക്കും ഒരു വോൾഫാണല്ലോ, അവൻ്റെ പവറൊക്കെ എടുത്തിട്ട് അവരൊക്കെ അടിച്ച് നിരത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടീനെ ഒരു കണക്കിന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടീനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇവൻ്റെ ഇതിലെന്താ ചേഞ്ചസ് വന്നെന്നൊക്കെ പറയുന്നുണ്ട് ബോഡിയിൽ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇവന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൺ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് വോൾഫിൻ്റെ ബ്ലഡൊക്കെയാണ് ഇവിടെ ബോഡിയിലുള്ളത്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ ചേഞ്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ആലോചിക്കാൻ കേട്ടോ, അതായത് അന്നാണ് ഹൈറ്റ് ഇൻറ്റിമേറ്റ് ആയത്. അപ്പോൾ ഹ്യൂമൺ ആയിട്ടല്ല എന്നൊക്കെയാണ് അവൾ ആലോചിക്കുന്നത്. കാരണം ഇവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് കൊമ്പൊക്കെ ഉണ്ടായിരിക്കണ്ട. അപ്പോൾ ഇവൾ ചിന്തിക്കാൻ ആരാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും വോൾഫാണല്ലോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയാണ്ട് നിങ്ങളും ഈ വോൾഫിലെ പെട്ട ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും അതെന്ന് പറയേണ്ടത് ഇവനാണെങ്കിൽ ഈ ക്ലൈമറ്റിലൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടത് ഇവനെ എൻ്റെ കൂടെ വിടാൻ പറയുന്നുട്ടോ. നമ്മുടെ ഹീറോ ഇവനെ ഞാൻ സേവ് ചെയ്യാൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് നിങ്ങൾക്കും എൻ്റെ കൂടെ താമസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ കണ്ടീഷൻ ഓക്കെ ആവണ വരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് മോൻ്റെ സേഫ്റ്റി അനുസരിച്ചിട്ട് അവൾ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ വീട്ടിലേക്കാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഈ കുട്ടിയാണെങ്കിലല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് അമ്മ എനിക്ക് വിശക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ പെയിലെടുത്ത് പറയാണ് നീ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് സ്നാക്സ് ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്, ഞാനൊരു ഷെഫല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ഞാൻ ഇവന് കുക്ക് ചെയ്ത് കൊടുക്കാന്നാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കിച്ചണിൽ പോയിട്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ഓക്കെ എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതാണെങ്കിൽ ഓരോന്നും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാറുണ്ടോ. അവൾ പഠിക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് പേരായിട്ട് ഡേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവൾ ഓൺലൈൻ ഡേറ്റിങ്ങിന് കുറേ ആൾക്കാരൊക്കെ ഇന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അവളെ ക്യാരക്ടർ ബാഡാന്നൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരെടുത്ത് പറയാണ് എന്തായാലും അവളുടെ ക്യാരക്ടർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവളുടെ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് കൺഫേം ആയിട്ടുണ്ട് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോൻ്റെ കുട്ടിയാണെന്ന് കേട്ടോ. എന്നിട്ട് പറയാണ് അവളുടെ ക്യാരക്ടർ എങ്ങനെയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി എൻ്റെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ട് മോശമായിട്ടാണ് അവൻ വിചാരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഡീസൻ്റ് ആണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് കുട്ടീനെ എന്തായാലും നല്ല രീതിയിൽ നോക്കണമെന്ന് പറയുന്നുണ്ട്. ആ കുട്ടീനെ പറയുന്നത് നമ്മുടെ ബ്ലഡാന്നൊക്കെ നമ്മുടെ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയ്യും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കണമെന്നുണ്ടല്ലോ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഈ വോൾഫിൽ മറ്റാൾക്കാരുണ്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ മാസ്റ്റർ കുട്ടിയാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതേ ടൈമിൽ അതിലൊരു ചെക്ക വന്നിട്ട് പറയാണ് നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹ്യൂമൻസൊക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചെക്കനും പറയാണ് എൻ്റെ പാർട്ട്ണറാവുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പേയ് വരണത് കേട്ടോ. പിന്നെ വേറെ എന്ത് വേണം, നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഒരാൾ ടച്ച് ചെയ്യുന്ന കാണുമ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ജലസ് ഫീൽ ആവുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടർ കുറച്ച് ബാഡായിട്ടാണ് ഇവൻ ചിന്തിച്ച് വെച്ചേക്കുന്നത്. കാരണം ഇവൾക്ക് ഓൺലൈൻ ആപ്പുകളിൽ നിന്നൊക്കെ ഇവൾ കുറേ പേരെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പൈസ ഒക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ഇവരെ ഫയർ ചെയ്യേണ്ട ഇനി മേനത് റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത് ഇവിടെ നിന്ന് കടന്നു പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കന്മാരും പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ വോൾഫിൻ്റെ മാസ്റ്റർ ആണല്ലോ, അതുകൊണ്ട് അവൻ പറയുന്നത് അനുസരിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കാൻ ഇനി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാൻ വരുന്നുണ്ട്, അതായത് അവളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട്, കാരണം ആ ചെക്കനാണല്ലോ അവളെ കൈ പിടിച്ചത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ വിചാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. കാരണം ഇവൾ ഓൺലൈനായിട്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ ചെക്കന്മാരെ കയ്യിൽ
കയ്യിൽ നിന്ന്. അപ്പോൾ അവളെ ക്യാരക്ടർ അങ്ങനത്തെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഒന്നും പറയാൻ നിൽക്കില്ല. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം സൂക്ഷിക്കണം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും സോറി പറയുന്നുണ്ട് കേട്ടോ. കാരണം അവളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും അവളുടെ കുട്ടീനെ സേവ് ചെയ്ത് നമ്മുടെ ഹീറോ ആണല്ലോ. അപ്പോൾ അവൻ പറയുന്ന പോലെ കേൾക്കാന്ന് നമ്മുടെ ഹീറോയിനും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനിമേൽ ഇതിങ്ങനെ റിപ്പീറ്റ് ആവില്ല എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാൻ നിൽക്കണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പേയ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ പെയിനെ വിളിക്കുന്നുണ്ട്. പെയ് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പേയ്ക്ക് കാര്യം മനസ്സിലാവേണ്ടി കേട്ടോ. അതായത് ഇവനാണെങ്കിൽ ഇവിടെ അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പേയും പേടിച്ചിട്ട് ശരി ശരി സിസ്റ്റർ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പേയാണെങ്കിൽ ബായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയും പേയും പോയി കഴിയുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അല്ല ഈ അങ്കിൾ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇപ്പോൾ ഫയർ ചെയ്തില്ലോ, അതാണ് കുട്ടി ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കറിയില്ല മോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് ആളിങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കേട്ടോ. നമ്മുടെ ഹീറോയിന് കാര്യം പിടിയിട്ടില്ല, കാരണം ഇപ്പോഴും അവൾക്ക് മനസ്സിലായിട്ടില്ല അന്ന് അവൾ ഇൻറ്റിമേറ്റായി നമ്മുടെ ഹീറോയിൻ്റെ കൂടെയാണെന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുട്ടിയുടെ അടുത്ത് പറയുന്നത് നീ കൂടുതൽ ആലോചിച്ച് വറിയിടാവണ്ട, ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടീനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് വരാണ്. ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ചെക്കന്മാർ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വളഞ്ഞിട്ട് പറയാണ് എവിടെ ഞങ്ങളുടെ പണം എന്ന് ചോദിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും, അതായത് അവൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് 1 അല്ല 2 3 ചെക്കന്മാർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ നിന്ന് വാങ്ങിയ പൈസ എവിടെയാണ്, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഫോട്ടോയിൽ കാണാനൊക്കെ സുന്ദരിയാണ്, നേരിട്ട് കാണാമെന്നൊക്കെ സംസാരിക്കണം. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ആര് പണം വാങ്ങി ഞാൻ വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരും പറയാണ് നീയല്ല പൈസ വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ ചെക്കന്മാരും വിടുന്നില്ല. എന്നിട്ട് പറയാണ് അവളെ പിടിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ നമുക്ക് അവളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോമാർ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൽ ഇടപെടുന്നില്ല. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരിങ്ങനെ ആക്രമിക്കാൻ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇടപെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ വോൾഫിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് അവന്മാരൊക്കെ അടിച്ച് നിരത്തുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ പേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിലത്ത് വീഴാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ എണീപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് ഇത് നീയോ നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല ഇത് ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇത് കൂടെ പാസ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ താങ്ക്സ് പറയുന്നുണ്ട് രക്ഷയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ സിസ്റ്റർ അടുത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അവൻ കുറച്ച് ബിസിയാണ്, എന്നാൽ പോലും അവൻ പറയാണ് നീ ഒറ്റയ്ക്ക് പോകണ്ട നിൻ്റെ കൂടെ ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചോദിക്കണില്ല കേട്ടോ. ഇവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇവന്മാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ആ പൈസ കൊടുക്കാണ്ട് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരെ വരണത് ആ സിസ്റ്റർ അടുത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഇവളുടെ അമ്മയുടെ സിസ്റ്റർ അടുത്തേക്ക്, അതുപോലെ ഹസ്ബൻഡ്, അതുപോലെ അവർക്കൊരു മോളുണ്ട് ഷെന്നിയു എന്നാണ് അവളുടെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇവളെ ഗ്രാൻഡ്മയുടെ ആഷസ് ചോദിക്കുകയാണ് കേട്ടോ. അതായത് ഇവളെ ഗ്രാൻഡ്മ മരിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതിന് ചിതാഭസ്മാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവന്മാരും പറയണ തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഫയർ ചെയ്യാന്നിട്ട് ഇയാൾ പറയണേ നീ എന്താ നൈറ്റ് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ നൈറ്റ് ആയിരിക്കും നമ്മുടെ ഹീറോ ആയിട്ട് അവൾ ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ, ഡ്രിങ്ക്സ് കഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും മുത്തശ്ശി മരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇയാളെ കൈ തടയേണ്ടതെന്നിട്ട് പറയാണ് ഇവിടെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇയാൾ ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ മോളുടെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ, ഷെനിയുടെ അടുത്ത്. എന്നിട്ട് പറയാണ് നീ കാരണം ഞാൻ എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കുന്ന ടൈം തൊട്ട് നീ എൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്ന് പേരെടുത്ത് ചാറ്റ് ചെയ്തിട്ട് പൈസ ഒക്കെ വാങ്ങണം. അതുപോലെ തന്നെ ഇപ്പോൾ വളർന്നിട്ട് അങ്ങനെ തന്നെ എൻ്റെ ഓൺലൈൻ ആപ്പുകളിലൊക്കെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് നീ ഓരോരുത്തർക്ക് അതിന് പേയ്മെൻറ്റ് വാങ്ങിയില്ലേ, ഇപ്പോൾ അവരൊക്കെ എന്നെ ടോർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറയാണ് എത്ര വേഗം നീ ആ പണം എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പുറത്തിറങ്ങാനും കൂടി പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ തിരിച്ചൊന്നും
മിണ്ടൽ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ ഫോട്ടോ വെച്ചിട്ട് ഈ പെണ്ണായിരിക്കും അവന്മാരടുത്ത് ചാറ്റ് ചെയ്തിട്ട് ആ പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് നീയാണ് എല്ലാത്തിനും കാരണക്കാരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോ സത്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയുന്ന സമയത്താണ് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇവളാണെങ്കിൽ ഭയങ്കര തെറ്റിദ്ധരിച്ചില്ല, ഇവിടെ അത് തെറ്റില്ലെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ മുത്തശ്ശിയുടെ ആഷസും അതുപോലെ തന്നെ കുറച്ച് ഗോൾസൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയിനാണ് കാണിക്കുന്നത് കേട്ടോ. പെയ് ആണെങ്കിൽ ഷെന്യുവിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണെങ്കിൽ പെയ് പറയുന്നുണ്ട് അവളുടെ ക്യാരക്ടർ ബാഡാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ഡീസൻ്റ് കുട്ടിയാണ്, അവളുടെ ഫോട്ടോസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണ് ഓൺലൈനിൽ ചാറ്റ് ചെയ്തിട്ട് ഈ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങി നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നത് ഞാനാണ് കുറച്ച് അധികമായിട്ട് ചിന്തിച്ചെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവളൊരു പാവയ്ക്കെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാന്നൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ ഹീറോയിൻ്റെ പേരിൽ ആക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടത് ഇല്ലാതെ നീ ഇത് വെച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കും നമ്മുടെ കുട്ടിക്കും ഇത് ആവശ്യം വരുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഹാപ്പി ഒക്കെ ആവാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ അവൻ ആക്സെപ്റ്റ് ചെയ്തില്ല, അവൻ ഇത്ര വലിയ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞിട്ടും. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് സോറി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കണത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഒന്നുമല്ല ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് ഒരുപാട് അതിനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളാണ് ഞങ്ങളെ സേവ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തന്നെ നിങ്ങൾ അവസരം അതിനൊക്കെ താങ്ക്സ് നമ്മുടെ ഹീറോയിന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര ഹാപ്പിക്ക് ആവാനായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ കുറച്ച് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണ് ഈ മനസ്സിൽ തിങ്ക് ചെയ്യാണ്, അതായത് ഇവനൊരു വോൾഫായാലും നല്ല ക്യാരക്ടറിന് ഉടമയാണെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അതായത് കുട്ടിക്കും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയും ഒരിക്കലും കഷ്ടപ്പെടരുന്ന് ഇവൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന് കുട്ടിയുടെ പേരിൽ അവനെ എഴുതി കൊടുത്തേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൾ ആലോചിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇവളുടെ പേര് ഷീന്നാണ്. ഇവളാണെങ്കിൽ നമ്മുടെ വോൾഫിൻ്റെ സെക്ടറിൽ വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ മാസ്റ്ററിന് ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമണാണ് മാസ്റ്റർ മാരേജ് ചെയ്യാൻ പോണ പെണ്ണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഹ്യൂമണിൽ നിന്നാണ് കുട്ടി ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമ്മുടെ റൂൾസ് പ്രകാരം ഹ്യൂമൻസിനാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇതാവാന്നൊക്കെ ചോദിച്ചിട്ട് ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ ചോദിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുന്നുണ്ട് ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഇവരടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ കുറച്ച് മുതിർന്ന ആൾക്കാരാണ്, പക്ഷെ ഇവർ മുതിർന്ന ആൾക്കാരായാലും ഇവരുടെ മാസ്റ്റർ നമ്മുടെ ഹീറോ ആണ് കേട്ടോ. ഹീറോ പറയുന്ന പോലെയാണ് ഇവരൊക്കെ കേൾക്കേണ്ടത്. അപ്പോൾ ഇവരും ശരിയാണ്, നീ എന്താ പറയണമെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഞങ്ങളതുപോലെ പ്രവർത്തിക്കാനും പറയുന്നുണ്ട്. എൻ്റെ ഈ പെണ്ണ് പറയാണ് എന്തായാലും നമ്മുടെ വോൾഫ് ബ്ലഡിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്, അത് അല്ലാതെ ഹ്യൂമണിൽ നിന്നല്ല കുട്ടി ഉണ്ടാവണമെന്ന് നമ്മുടെ ഈ പെണ്ണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇവൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇവന്മാരും നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഇവരുള്ള കൂട്ടിന് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരും പറയാണ് നീ എന്ത് ചെയ്താലും നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണെന്തിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പോയിസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ബോധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഈ പെണ്ണിനെ ഹീറോ ആയിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അഞ്ചിവിളാണെങ്കിൽ പോയിസും കൊടുക്കേണ്ട ആ സമയത്ത് നമ്മുടെ ഹീറോ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഫുൾ കൺട്രോൾ എടുത്തിട്ട് ഈ പെണ്ണിനാണെങ്കിൽ അവിടെ നിന്ന് തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇവിടെ നിന്ന് കടന്നു പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതായത് ഈ പെണ്ണിൻ്റെ പ്ലാനൊക്കെ മൊത്തം ചീറ്റി പോയില്ലോ. എന്നിട്ട് ഈ നമ്മുടെ ഹീറോ ആണെങ്കിൽ പെയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ് പെയിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പെയ്യാണെങ്കിൽ അവൾക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹീറോൻ്റെ അടുത്ത് എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയാണ് ഇവളിവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പെയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയ്യാണെങ്കിൽ നമ്മുടെ ഈ പെണ്ണിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവളുടെ പ്ലാനൊക്കെ മൊത്തം ഫ്ലോപ്പായി പോയില്ലോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഇങ്ങനെ ബോധമൊന്നുമില്ല കേട്ടോ. അവനൊക്കെ എന്തൊക്കെയോ ഫീൽ ഹോട്ടായിട്ട് അനുഭവപ്പെട്ടാണ് ആ പോയിസ് വന്നതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് പൈ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, മാസ്റ്റർ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് ഞാനോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈ പറയുന്നത് 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മാസ്റ്ററിനെ ഹീൽ ചെയ്ത് നമ്മുടെ ഹീറോയിനായിരിക്കുമല്ലോ, ആ ടൈമിലായിരിക്കും അവർ ഇൻറ്റിമേറ്റ് ആയിട്ടായിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ പറയണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്
അതിന് ഇപ്പോഴും ചോദിക്കണ്ട. അപ്പോൾ പേ പറയണം അല്ല ജസ്റ്റ് ഒന്ന് ആളൊന്ന് കെയർ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ പേ സംസാരിക്കുന്നത് കേട്ടോ. ഇപ്പം മാസ്റ്റർ കണ്ടീഷൻ കുറച്ച് വേടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പേ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ആലോചിക്കുകയാണ്, അല്ല നമ്മുടെ ഹീറോ ആക്ച്വലി ഒരു പാവാണല്ലോ, അതായത് ഇവരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായാലും നമ്മുടെ ഹീറോനെ സേവ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയ്ക്ക് കൊമ്പൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാനിത് കൺട്രോൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പോകാൻ നിൽക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആ മുന്നത്തെ പോലെ തന്നെ ആ ഫീൽ അനുഭവപ്പെടാണ് കേട്ടോ. എന്നിട്ട് ഇവൻ വന്ന് എന്ത് ചെയ്യുന്ന പറയട്ടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ച വശം തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും തിരിച്ച് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും അവരവിടെ ഇൻറ്റിമേറ്റ് ആവാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനായിരിക്കും ഫസ്റ്റ് എനിക്ക് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്നലെ നൈറ്റ് എന്താ നടന്നതെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. വീണ്ടും സെയിം സിറ്റുവേഷൻ ആയല്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത് കേട്ടോ. എന്തായാലും ആളെന്തായാലും ഓക്കെ ആയില്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോ കാണാണ്ട് ഇവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുട്ടിയുടെ അടുത്തിരിക്കുകയാണ് കേട്ടോ. കുട്ടിയുടെ അടുത്ത് കഴിഞ്ഞിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ല അമ്മ ഇന്നലെ നൈറ്റ് അവിടെ പോകുന്ന ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് കുട്ടീനെ അവിടെ ഉറക്കി എടുത്തിട്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ് അല്ല ഞാൻ ബാത്റൂമിൽ പോയിക്കായിരുന്നു, ഞാൻ വരുമ്പോഴേക്കും നീ ഉറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ മോൻ ഫുഡ് കഴിക്കി അമ്മയ്ക്ക് പോകേണ്ട ടൈമായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയും അതുപോലെ അസിസ്റ്റൻ്റ് പോയി അവർ രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കാണാണ്ടിരിക്കാൻ വേണ്ടി വേഗം അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോകാൻ നിൽക്കുന്നതാണ്. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അവൻ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ നൈറ്റ് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് അതൊരു ആക്സിഡൻ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ പറയുന്നുണ്ട് അല്ല നൈറ്റ് നടന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാൻ നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയേണ്ടത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് അല്ല ഞാൻ നിങ്ങൾ സേവ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടാൽ മതി നമ്മുടെ ഹീറോനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ പേയ്ക്കാണെങ്കിലല്ലോ ഇതൊക്കെ കണ്ടിട്ട് ശരിയാണ് വരുന്നത് കേട്ടോ. പേയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയുണ്ടല്ലോ അവർ രണ്ടുപേരും നമ്മുടെ ഹീറോയെ സംസാരിക്കുന്ന നോക്കിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഈ ഷോക്ക് അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനും പറയാണ്ട് എനിക്ക് ജോബിന് പോകണമെന്ന് പറയുന്നുണ്ട് ടൈമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതിനൊരു ആൻസർ തരാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നെ മാരേജ് ചെയ്തിടണമെന്ന് ചോദിക്കണം നമ്മുടെ ഹീറോ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്ത് മാരേജ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇന്നലെ സേവ് ചെയ്താന്ന് പറയുന്നുണ്ട് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ മറുപടി കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിനുള്ളിൽ ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് ഇവിടെ പറയാണ് നിങ്ങൾ എന്നെ മാരേജ് ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും എന്നെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തിരിച്ച് ഞാൻ റീപേച്ച് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കിട്ടും ഭയങ്കര വീലാവണ്ടായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നമ്മുടെ പേരെടുത്ത് സംസാരിക്കുകയാണ്. ഹ്യൂമൻസിൻ്റെ മനസ്സ് എങ്ങനെയാണ് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പേ പറയുന്നത് ഇപ്പോൾ പ്രപ്പോസൽ ചെയ്ത പോലെയല്ല ചെയ്യേണ്ടത്, ഹ്യൂമൻസൊക്കെ പ്രപ്പോസൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് നമ്മുടെ ഹീറോയിനടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്ക്. എനിക്കെന്തോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ പേ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ നൈറ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ടാവില്ലല്ലോ. കാരണം ഇവന് സേവ് ചെയ്യാൻ വേണ്ടിയല്ല അവൾ വന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് എന്തായാലും മാസ്റ്ററെ എന്തായാലും മാഡത്തിന് ഇഷ്ടമാണെന്ന് നമ്മുടെ പേയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയേണ്ടത് ആക്ച്വലി എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിൽ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ പറയുകയാണ് ശരിക്കും പ്രോപ്പറായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിനെ. അങ്ങനെ ചെയ്ത് എന്തായാലും റിജക്റ്റ് ചെയ്യില്ലാതെ നമ്മുടെ പേയാണെങ്കിൽ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹ്യൂമൻസൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത് ഫ്ലവർ റിങ്ങൊക്കെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒന്ന് മാസ്റ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഹീറോനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതെന്തായാലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്
നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഫ്ലവർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നീ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, എൻ്റെ ലൈഫിലേക്ക് നീ വരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ കുട്ടിയുടെ അമ്മേനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം എൻ്റെ ലൈഫിലെന്ന് പറയുന്നത്, ലൈഫ് ലോങ് നീ നിന്നെ മാത്രമാണ് സ്നേഹിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഐ ലവ് യു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഉണ്ടല്ലോ തലയിൽ കൂടെ ഫ്ലവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ്റെ മാജിക് പവർ യൂസ് ചെയ്താണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്നെ മാരേജ് ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതും ആ മുട്ടുകുത്തിയാണ് പ്രൊപ്പോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഹീറോയിനെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവൻ്റെ ക്യാരക്ടർ നല്ലതെന്ന് ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഇവരുടെ പേരിൽ എഴുതി വെച്ചല്ലോ. അപ്പോൾ തൊട്ട് തന്നെ ഇവനോട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോനെ ഹഗ് ചെയ്തിട്ട് പറയാണ്, എനിക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ മാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ സമയത്ത് നിങ്ങൾ പറയാണ്, എല്ലാ 4 months ആയിട്ടുണ്ട്, ഇതുവരെ തന്നെ കുട്ടിയുടെ ഇനങ്ങാണ് എനിക്കൊന്നും കേൾക്കണില്ലെന്ന് പറയുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ വറീഡാവണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇത് വോൾഫിൻ്റെ കുട്ടിയെന്നൊക്കെ പറയേണ്ട, ആൾ നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും ആശ്വാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോണെങ്കിൽ ഇവിടെ നല്ല രീതിയിലൊക്കെയാണ് കെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹീറോ പറയുന്നുണ്ട്, ഫസ്റ്റ് ടൈം നീ പ്രഗ്നൻ്റ് ആയപ്പോൾ നിൻ്റെ കൂടെ നിന്ന് കെയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, പക്ഷേ ഈ പ്രാവശ്യം നിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രസവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടീനെയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ്, മോൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ന്യൂ ഡ്രസ്സ് എടുത്ത് കൊടുത്തായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അമ്മ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മൂത്ത മോനും അവരെ കൂടി എൻ്റെ ചോദിക്കുന്നുണ്ട്, ടയർഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ അടക്കി വരുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടീനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനെ ഹാപ്പിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ, മൂത്ത കുട്ടിയുടെ അടുത്ത്. അങ്ങനെ ഇവർ 4 പേരും പോവാണ്. അപ്പോൾ ഈ പോകുന്ന ടൈമിലാണെങ്കിലല്ലോ നമ്മുടെ പെയ്യാണെങ്കിൽ ഉണ്ടല്ലോ ഇവരെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെയ്യാണെങ്കിൽ മനസ്സിൽ തിങ്ക് ചെയ്യാണ്, അതായത് നമ്മുടെ മാസ്റ്റർക്കാണെങ്കിൽ ഹ്യൂമണിനെ ഇഷ്ടമില്ലായിരുന്നു, എന്നിട്ട് ഇപ്പോൾ ഒരു ഹ്യൂമനാണ് ആളുടെ വൈഫ്, അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പെയ്യും മനസ്സിലാലോചിച്ച് ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അതുപോലെ അവളുടെ മൂത്ത കുട്ടിക്ക് സീൻ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചിട്ട് ഈ ഡ്രാമ ഉണ്ടാവാണ് കേട്ടോ. ഓക്കെ, ബൈ.